ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താണ് പരിപാടി? എന്നെ കുറെ ദിവസമായി കാണാത്തെന്ന് അറിയാം. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയി എന്ന് വെച്ചിട്ട്. എവിടെയും പോയിട്ടില്ല. ഒന്നാമത് ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ തിരക്കിലായിരുന്നു. ഭയങ്കര ബിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്നും നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. വാട്സാപ്പ് പോലും നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഒരുപാട് മാറി എന്നൊക്കെ പറഞ്ഞിട്ടല്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഞാൻ തുറന്ന സമയത്ത് മെൻഷൻ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ മെസ്സേജസ് വന്നിട്ടുള്ളതും നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതൊക്കെ അബൌട്ട് ഫസ്മിനെയാണ്. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ന്യൂസ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വേറൊരു ന്യൂസും കൂടെ കണ്ടു. അപ്പൊ 2 ന്യൂസും കൂടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം ഒരു ന്യൂസ് കാണാം. ഓക്കെ. അച്ഛന്റെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ തുടങ്ങി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങളാക്കി പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായ കൗമാരക്കാരൻ പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ അന്ന് രക്ഷപ്പെട്ടെങ്കിലും 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അതേ കുറ്റത്തിന് പോലീസിന്റെ പിടിയിൽ. വയനാട് കൽപ്പറ്റയിലാണ് സംഭവം. തരിയോട് കാവുമന്തം കോമത്തൊടി വീട്ടിൽ യദു കൃഷ്ണയാണ് വയനാട് സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലായത്. പ്രതിക്ക് ഇപ്പോൾ 18 വയസ്സായി. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം അക്കൗണ്ടുകൾ വഴി പ്രതി കഴിഞ്ഞ വർഷം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരുന്നു. പെൺകുട്ടികൾ പരാതി നൽകിയതിനെ തുടർന്ന് യദുവിനെ പോലീസ് പിടികൂടിയിരുന്നു. പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് താക്കീത് നൽകി പിതാവിനൊപ്പം പറഞ്ഞുവിടുകയായിരുന്നു. എന്നാൽ വീണ്ടും മറ്റ് 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴിയും ടെലിഗ്രാം അക്കൗണ്ടുകൾ വഴിയും പ്രതി പഴയ പരിപാടി തുടങ്ങി. പിതാവിന്റെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് വീണ്ടും പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂസിന്റെ അകത്ത് നിങ്ങൾ കേട്ടല്ലോ, പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യൻ ഈ പറയുന്ന പോലെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെയും പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് കളിക്കുകയും പെൺകുട്ടികൾ കേസ് കൊടുക്കുകയും ഇവര് പ്രതിയെ പിടിക്കുകയും ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവന് വയസ്സായിട്ടില്ല, ഇവന് 18 വയസ്സായിട്ടില്ല. അപ്പൊ പോലീസുകാര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉപദേശിച്ച് അങ്ങോട്ട് വിടും. മോനെ, കുട്ടാപ്പി, ലുട്ടാപ്പി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇത് സൈബർ ക്രൈം ആണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും മോനെ, മോനിപ്പോ കുഞ്ഞു പ്രായല്ലേ, മോൻ പഠിക്കാൻ നോക്ക്, അങ്ങനെ ആന, ചേന, ചെരങ്ങ, ചേമ്പ് എന്നൊക്കെ പറഞ്ഞു വിടും. ഇതാണ് ആദ്യം പോലീസുകാർ ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിന് പ്രായമായിട്ടില്ല, ആനയല്ല, ചേനയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ ഉപദേശിച്ച് അങ്ങോട്ട് വിടും. അങ്ങനെ വിടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആദ്യത്തെ കാര്യം ഞാൻ പറയട്ടെ. ഈ പിള്ളേർ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഇത് ഇത്രേ ഉള്ളൂ. നമ്മള് ഒരു പരിചയമില്ലാത്തതാവട്ടെ, പരിചയമുള്ളതാവട്ടെ, സ്വന്തം അമ്മേന്റെ ആവട്ടെ, പെങ്ങന്മാരുടേതാവട്ടെ, ഫോട്ടോസ് എടുത്തിട്ട് അവിടെ ഇവിടെയും മോർഫ് ചെയ്ത് ഇടുന്ന സമയത്ത് അത് പൊക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പോലീസുകാരൊന്ന് തലോടി കുറച്ച് ചായയും പിന്നെ ചർമുറിയൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങോട്ട് വിടും. അപ്പം അത് ഇവർക്ക് ഇൻസ്പിറേഷൻ ആവും, ആ പേടി മാറിക്കിട്ടും. പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടി ഇവർക്ക് മാറിക്കിട്ടും. പിന്നെ ഇതൊരു ശീലമാക്കി അങ്ങോട്ട് മാറ്റും. ഇത് ഇന്നലെ 1-2 കേസിലല്ല, എല്ലാ കേസിലും അങ്ങനെയാണ്. അതിലേക്ക് ഞാൻ എത്തുന്നതിന് മുന്നേ ഞാൻ വേറൊരു ന്യൂസും കൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കാം. കാസർഗോഡ് 30-ലധികം പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സ്റ്റുഡിയോ ക്യാമറാമാൻ അറസ്റ്റിൽ. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരിയണ്ണി സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ കാസർഗോഡ് 30ഓളം യുവതികളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്റ്റുഡിയോ ക്യാമറാമാനെ കാസർഗോഡ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അനൂപാണ് പിടിയിലായത്. സ്ത്രീകളുടെ സ്വകാര്യതയും മാനവും ക്രൂരമായി ലംഘിച്ച സംഭവത്തിൽ കാസർഗോഡ് സൈബർ സെൽ CI മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശനിയാഴ്ച വൈകിട്ടോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത വിവരമറിഞ്ഞതോടെ ഒളിവിൽ പോയ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയിൽ നിന്നും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, 2 മൊബൈൽ ഫോണുകൾ, ഹാർഡ് ഡിസ്ക് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതിലൂടെ ഓക്കെ, അത് ന്യൂസ് ഒരു 2 മിനിറ്റോളം ഉണ്ട്.
ഈ ഒരു കാര്യം അനൂപ് എന്ന് പറയുന്ന വ്യക്തിനെ എനിക്കറിയാം. എന്നെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കഥ ചൊല്ലട്ടുമ്മ. എനിക്ക് എന്നെ പരിചയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ജില്ലാ കലോത്സവമാണെന്ന് തോന്നുന്നു. ഇരിയണ്ണി സ്കൂളിൽ ജില്ലാ കലോത്സവം ഉള്ള സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ വഴിയാണ് ഈ അനൂപിനെ ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാം, കൊളാബറേഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് നോർമൽ ഫോട്ടോസ് അന്ന് ഒരു ഫോട്ടോ എടുത്തു, കൊളാബറേഷൻ ഇട്ടു. ഇവന്റെ പേജല്ല, അനൂപിന്റെ പേജല്ല, ഇവരുടെ ഫോട്ടോഗ്രാഫി പേജ് കൊളാബറേഷൻ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആരോ വഴിയാണോ പരിചയപ്പെട്ടെ ആ ആളുടെ കല്യാണത്തിനും കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കുട്ടി, നല്ലൊരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. ഇവൻ ഇത് അവന്റെ അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ. അതൊന്നും വിഷയമുള്ള കാര്യമില്ല, കാരണം ഒരുപാട് പേര് നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഒരാഴ്ചയോ ഒരാഴ്ച മുന്നേ, 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു, എനിക്ക് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല ഞാൻ ആര് ത്രൂ ആണോ പരിചയപ്പെട്ടത്, ആ ആള് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യണം, ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അനൂപ് ഇങ്ങനെ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിലിട്ട് ആനന്ദം കണ്ടെത്തി എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം പ്രൊഫൈൽ ഇവന്റെ പ്രൊഫൈൽ എന്റെ ഫോട്ടോയും കൂടി ഉണ്ട്. പക്ഷെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്തുകൊണ്ടോ പാവം എന്റെ ഫോട്ടോ മോർഫൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അപ്പോ അത് കഴിഞ്ഞ് ആള് ഇത് ഇവരുടെ പ്രൊഫൈൽ കണ്ടുപിടിച്ച ഹാക്കർ ആയിട്ടുള്ള ആൾ, ഞാൻ ആ ആളുടെ ഇവന്റെ പ്രൊഫൈല് ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച ആളുടെ പ്രൊഫൈലും കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആള് ചിലപ്പോൾ നിങ്ങൾക്ക് ആരാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ലൊക്കേഷൻസോ ഫോൺ നമ്പറോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് തരാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പ്രൊഫൈൽ ഇവിടെ കൊടുക്കുന്നത്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ കൊടുക്കാം. എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ അനൂപ് ടെലിഗ്രാമിൽ ഇട്ട ഫോട്ടോസിന്റെയും അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു. ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. ഇവനെ കണ്ടാ പറയില്ല ഇവൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, അതിന് ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈംഗിക വൈകൃതം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ ഹാക്കർ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ അവനെ ലൈനിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ലൈനിൽ കണക്ട് ചെയ്ത് തന്നു. അപ്പോഴത്തേക്കും ഈ പെൺകുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടികൾ കേസ് കൊടുത്തതും എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അല്ല 2 കുട്ടികൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, 2 കുട്ടികൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോവാ, അതിനിപ്പോ 5 അല്ല 6 അല്ല എത്ര കൊല്ലമാണെന്നുണ്ടെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോകും. ഞാനൊക്കെ 5-ാമത്തെ വർഷമാണ് ഇപ്പം ഒരു മോർഫിങ്ങിന്റെ കേസുമായിട്ട് പോകുന്നത്, കേസുമായിട്ട് മുന്നോട്ടേക്ക് പോവാ. അപ്പൊ പറഞ്ഞു സൈബർ സെല്ലിൽ പോയ സമയത്ത് അവർ നമ്മളെ പേടിപ്പിക്കുന്നത്, അവർ നമ്മളോട് പറയുന്നു നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടത് കൊണ്ടല്ലേ മോർഫ് ചെയ്തത്. ഇത് നിങ്ങളെ സ്ഥിരം പരിപാടിയാണ്. ഈ സൈബർ സെല്ലിൽ ഇരിക്കുന്ന പിന്നെ ഏമാമാരോടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ത് ചൊപ്പക്കാണ് വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്, റീല്, സ്റ്റോറി എന്നൊക്കെയുള്ള ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ പേടിച്ചിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പിന്നെ അവിടെ എന്താണ് പണി? ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കലാണ് നിങ്ങൾക്ക് എന്തെന്ന് പണി? അത് പിടിക്കല്. അല്ലാണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടണ്ട, നിങ്ങൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടതുകൊണ്ടാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടതുകൊണ്ടാണ്, വീഡിയോ ഇട്ടതുകൊണ്ടാണ് മോർഫായത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ന്യായീകരിക്കുമല്ല വേണ്ടത്, നിങ്ങളെ സൈഡ് ന്യായീകരിക്കുമല്ല വേണ്ടത്. നിങ്ങളെ കൊണ്ട് കയ്യിലാന്ന് പറയാം, എന്റെ മിണ്ടാണ്ടിക്കുക, നമുക്ക് കേസ് എടുക്കാൻ, നമുക്ക് വെറുതെ ഇരിക്കണം അങ്ങനെ പറയാം. അല്ലാണ്ട് വന്ന പിള്ളേരെ പേടിപ്പിക്കുമല്ല വേണ്ട. എന്റെ പിള്ളേർ കരഞ്ഞിട്ടുള്ള തിരിച്ചു വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ കേസൊക്കെ കൊടുത്തു. അപ്പൊ ഇവനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു എന്താടാ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞു. അവന് മനസ്സിലായി. എൻ്റെ അടുത്ത് പറഞ്ഞു ധന്യേച്ചിയല്ലേ? ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഞാൻ അവനോട് ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ, ഇങ്ങനെ അവന്റെ കസിൻസിന്റെ പിന്നെ പരിചയമുള്ള പെൺകുട്ടികളുടെ 1ാം ക്ലാസ് മുതൽ +2 വരെ കൂടെ പഠിച്ച പെൺകുട്ടികളുടെ ഒക്കെ ഫോട്ടോസാണ് ഇവൻ അതിനകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ അപ്പൊ ഞാൻ എന്താണ് എനിക്ക് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പേയ്മെന്റ് കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല. നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അത് മോർഫ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള 300, 400, 500, 1000, 2000 അടങ്ങുന്ന ആൾക്കാർ അതിന്റെ താഴത്തിടുന്ന കുറച്ച് എന്താ പറയാ, കുറച്ച് ലൈംഗികതയോട് കൂടി ചൊവ്വയുള്ള കമന്റുകൾ കാണുമ്പോൾ ഉള്ള ഒരു ആശ്വാസം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഫോട്ടോ മോർഫ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഇടുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചതിന് അനൂപിന്റെ ഉത്തരം അതായിരുന്നു. ആ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനോസുഖം, ആ മനോസുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്തൊക്കെ തരം അസുഖമാണ് മനുഷ്യരിലുള്ളതല്ലേ?
അത് കഴിഞ്ഞ് ഇവന്റെ വീട്ടിലേക്ക് ആൾക്കാർ ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് അമ്മ പറഞ്ഞു എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഇവൻ തന്നെ സമ്മതിച്ചതാണ്, ഞാൻ ചെയ്തതാണ്, അത് ഞാൻ തന്നെയാണ് ചെയ്തത്, എന്റെ ഫ്രണ്ട്സിന്റെയും എന്റെ കസിൻസിന്റെയും. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ഫ്രണ്ട്സിന്റെയും കസിൻസിന്റെയും കൂടെ നിനക്ക് അമ്മേന്റെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് ഒന്നും ഇടായിരുന്നില്ലടാ, നിനക്ക് ആദ്യം അമ്മേന്റെ ഫോട്ടോ പിന്നെ ഇത് മോർഫ് ചെയ്തിട്ട് നഗ്നയാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാല് അതൊരു ഒരു ശുഭ തുടക്കമാവൂലായിരുന്നു എന്ന് ചോദിച്ചപ്പോ അവന് ഉത്തരവില്ല. അപ്പൊ അവന് പൊള്ളുന്നുണ്ട്. ഈ പറയുന്ന ബാക്കി എല്ലാ പെൺകുട്ടികൾക്കും ഒരു അമ്മയുണ്ട്. ഈ പെൺകുട്ടികൾ നാളെ അമ്മയാവേണ്ടവരാണ്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മാനത്തിനും വിലയുണ്ട്. അപ്പൊ നിന്റെ അമ്മേനെ ഓന്റെ അമ്മേനെ മാത്രം പറയുമ്പോൾ ഓൻ സൈലന്റ് ആയി അടുത്തേക്ക് തന്നെ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ തുടങ്ങണം, നീ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു തുടക്കം അതായേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കസിൻസ് ആയിട്ടുള്ള കുട്ടികള്, നമ്മളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞതാവട്ടെ കൂടി നമ്മളെ കസിൻസ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഭയങ്കര കെയർഫുൾ ആയി ഇരിക്കുമൊന്നുമില്ല. നമ്മുടെ ബ്ലഡാണ് അവരൊരിക്കലും നമ്മൾ കിടന്നുറങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതോ ഇങ്ങോട്ട് പോകുന്നതോ അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതൊക്കെ എടുത്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ട് ആനന്ദം കണ്ടെത്തുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരാളും. ബി വെരി 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 കെയർഫുൾ. വളരെ വൃത്തികെട്ടൊരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം സ്വന്തം അമ്മേന്റെ അടക്കം ഉറങ്ങുന്ന ഫോട്ടോസ് ടെലിഗ്രാമിൽ ഇട്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ചെറ്റ നാറികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മുന്നോട്ട് പോകും. അതല്ല, ഇവനെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തച്ചവന്റെ കണ്ണ് പൊളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവന്റെ മാത്രമല്ല, അങ്ങനെയുള്ള ടീംസിനൊക്കെ നിങ്ങൾക്ക് കൈ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കണ്ണ് പൊട്ടുന്നവരെ തല്ലണം. ഈ പിന്നെ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അനുഭവം കൂടെ ഞാൻ പറയാം. ഒന്നുമില്ല, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ വെച്ചിട്ട് 3 വർഷത്തോളം പല പെൺകുട്ടികളെയും വഞ്ചിച്ച ആളിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്ത് അവർ ഉപദേശിച്ചു വിട്ടതാണ്. കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോവാൻ നിങ്ങൾക്ക്. അപ്പൊ അവൻ മാപ്പ് പറയാം, പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പ് പറയാം. എന്റെ പ്രൊഫൈലിലെ വീഡിയോ കിടക്കുന്നുണ്ട്. പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പ് പറയാം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാണ്ടിരുന്നത്. അതല്ലാണ്ട് അവിടുന്ന് ഈ പറയുന്നത് പോലെ പിന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീംസിനുണ്ടല്ലോ, ഈ വിരലുണ്ടല്ലോ, 5 വിരലും അങ്ങോട്ട് വെട്ടി കളയണം. ഇത് ടൈപ്പ് ചെയ്യാനും എടുക്കാനൊക്കെ കൈ വേണമല്ലോ. കാലില് വരണം, ഇനി കാല് വെച്ചിട്ട് എടുക്കും. കാമപ്രാന്ത് മൂത്തിരി കാല് വെച്ചിട്ടുള്ള എടുത്താലോ, വെട്ടി അങ്ങോട്ട് കളയണം അങ്ങോട്ട്, അല്ലെ? പിന്നെ ഈ അനൂപിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അനൂപിന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞത്, ചേച്ചി ഇതുവരെ നമ്മൾ അങ്ങോട്ടേക്ക് അവനോടൊരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞാലും തരാത്ത ആള് ഇപ്രാവശ്യം എന്തോ പരിപാടിക്ക്, സ്കൂളിലെ കോളേജിൽ എന്തോ പരിപാടിക്ക് വന്ന സമയത്ത് ഓരോ പെൺകുട്ടികളെയും വിളിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തുതരാം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തോണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സീരിയസ്ലി ഈ ലോകത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഓരോ കുട്ടികളെ കാണുമ്പോഴും നമുക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പം മുന്നേക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവന്റെ ഒപ്പരം കൂടെ അടക്കം ഫോട്ടോ എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. നമ്മളൊരു അനിയൻ എന്നുള്ള ഒരു കോൺസെപ്റ്റില്ലേ, ഇനി പേടിയാവും. ഇനി ആരെ കണ്ടാലും പേടിയാവും. ദൈവമേ, ഇതിനിപ്പോ നാളെ, കാരണം ഇവന്റെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ ഇരിക്കുന്നിടത്തോളം കാലം ആൾക്കാരുടെ ചോദ്യത്തിന് ബാക്കി ഒരാളും, നമ്മൾ കുറച്ചെങ്കിലും 1-2 ആൾക്കാർക്ക് നമ്മുടെ ഫേസ് ഫെമിലിയർ ആയതുകൊണ്ട് നമ്മളെ തലയിൽ ഇത് വന്ന് വീഴും. മനസ്സിലായില്ലേ? അന്ന് ഒരാഴ്ച മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്യാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. കുട്ടികളെ കേസ് കൊടുത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇത് ന്യൂസ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികളോടാവട്ടെ, ആൺകുട്ടികളോടാവട്ടെ, അമ്മമാരോടാവട്ടെ, അച്ഛന്മാരോടാവട്ടെ, നിങ്ങളാ മക്കളെ സൂക്ഷിച്ചോ. കേട്ടില്ലേ? നിങ്ങൾക്ക് ഇപ്പം ഈ അനൂപിന്റെ അമ്മേന്റെ ഭാഗത്ത് നമുക്ക് ഒരു തെറ്റും പറയാനില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഒരാളെ കൊന്നിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മച്ചനും പറയും കൊണ്ടുപോക്കോ. പൊതുവെ അമ്മമാരാണെങ്കിലും അച്ഛനമാരാണെന്നുണ്ടെങ്കിലും എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നേ പറയുള്ളൂ. ആ അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിങ്ങളൊക്കെ കൂടി എന്റെ മകനെ പെടുത്തുന്നതാണ്. അപ്പോഴത്തേക്കും മകൻ ഒരു സകല വല്ലഭനാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്തായാലും പിന്നെ ഈ പറയുന്ന പോലെ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ കുട്ടികള്. ഇവനെ വലിയ ശിക്ഷയൊന്നും കിട്ടാനില്ല. പിന്നെ ഫേസ് ഒക്കെ ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ വന്നതുകൊണ്ട് നാട്ടിലിറങ്ങി നടക്കുമ്പോൾ 1 വർഷത്തോളം, അതും കഴിയും, 1 വർഷത്തോളം മാത്രം, ചിലപ്പോൾ 1-2 മാസത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് മറ്റേ ആ പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ടെലിഗ്രാമിലിട്ട് അവനല്ലേ, ആ അനൂപല്ലേ അത്, അങ്ങനെ പറയും. ഇപ്പം നിന്റെ പാരന്റ്സ് പോകുന്ന സമയത്ത് അവരെയും പറയും, നിന്നെ കൊണ്ട് അത്രയായി. മറ്റു ചെക്കനാണെന്നുണ്ടെങ്കിലും ഈ പിതാവിന്റെ സിമ്മ് വെച്ച് ആ ലോല ഹൃദയനായ 10ലോ +1ലോ പഠിക്കുന്ന ആ മുത്തിനെയും അങ്ങനെ തന്നെ. നീയൊക്കെ ചിലപ്പം ഇത് കുരുന്നല്ലേ, കുറച്ച് വലുതാകുമ്പോൾ താടി മീശയൊക്കെ വരുമ്പോൾ നിന്നെ മനസ്സിലാവില്ല.
ഞാൻ പറയുന്നതെന്നറിയോ, ഇവനെയൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുത്ത് വിടണം. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ നിയമം വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് പിന്നെയും ഈ സൈബർ ക്രൈമുകൾ ഇങ്ങനെ കൂടി വരുന്നത്. ഒന്നും കിട്ടാനില്ല മക്കളെ. ഞാൻ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്, ഇതൊന്നും നിങ്ങൾ ഈ ഫോട്ടോ മോർഫ് ചെയ്ത് അതിലിട്ടിട്ട് ബാക്കിയുള്ള കമന്റുകൾ കണ്ടിട്ട് എന്ത് രസം എനക്ക് മനസ്സിലാവുന്നില്ല. കമന്റ് കാണുമ്പോ കിട്ടുന്ന ഒരു രസം. ബി വെരി കെയർഫുൾ ഗൈസ്. സൈബർ ഇടങ്ങൾ സേഫ് അല്ല.